അപ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇന്ന് എന്താണ് അപ്ഡേറ്റ് നോക്കാം. ഇന്ന് ജനപ്രിയ ഇനങ്ങൾ വേദിയിലേക്ക് എത്തുന്നുണ്ട്. നല്ല മിമിക്രി കലാകാരിയാണെന്ന് ആരോട് പറഞ്ഞിരുന്നു അല്ലേ? വേണ്ട വേണ്ട വേണ്ട, എനിക്കറിയില്ല കേട്ടോ അതൊന്നും. മിമിക്രി മോണോ ആക്ട് നന്നായിട്ട് പലരെയും മിമിക്രി മോണോ ആക്ട് ശരിക്കും പറഞ്ഞാലേ ഓരോ വർഷവും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ജനപ്രിയ ഇനങ്ങളില് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. നാടകത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാ, നമ്മൾ ഈ ഏതായിരിക്കും പുതിയ ഐറ്റം കൊണ്ടുവരാന്ന് കാണാനുള്ള ആകാംക്ഷയുണ്ടാവും. നിറഞ്ഞ സദസ്സ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് കൂടാതെ ചേച്ചിയുടെ കയ്യിൽ ഒരു പുതിയ ഐറ്റം ഉണ്ട് മിമിക്രിയിൽ, അതായത് സുപ്രഭാതം പൊട്ടിവിടുന്നത്. അത് വളരെ കൃത്യമായിട്ട് അല്ല, മിമിക്രി കേൾക്കുമ്പോൾ പെട്ടെന്ന് ഒരു കാലത്ത് മാത്രമല്ല എപ്പോഴും ഈ സുപ്രഭാതം പൊട്ടിവിടൽ ആണ് തുടങ്ങുക പലപ്പോഴും. പക്ഷെ ഇപ്പോഴൊക്കെ മാറി 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 വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഏതെങ്കിലും ഒരാളെങ്കിലും കാണും സുപ്രഭാതത്തിൽ തുടങ്ങുന്നത്. നമുക്ക് നോക്കാം. മാത്രമല്ല കേട്ടോ, ഒരുപാട് നമ്മുടെ ഇപ്പോ സിനിമയിലൊക്കെ ഉള്ള പല മിമിക്രി കലാകാരന്മാർ അവരൊക്കെ തന്നെ ഇങ്ങനെ മിമിക്രി മത്സരങ്ങൾ കാണാൻ വരുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. മാത്രമല്ല അവരുടെ ഓർമ്മകൾ പറയും. പിന്നെ കണ്ടസ്റ്റൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പുതുമ പ്രതീക്ഷിക്കാത്ത ഒന്ന് സർപ്രൈസസ്. മിമിക്രി മോണായിട്ടുണ്ട്. മാത്രമല്ല ഉപകരണ സംഗീത മത്സരങ്ങൾ, അതിപ്പോ ശാസ്ത്രീയ സംഗീതം മാത്രമല്ല അതുണ്ട്. അത് മാറ്റി കഴിഞ്ഞാൽ ഇന്ന് ഭരതനാട്യമുണ്ട്. ഓക്കെ, ഉപകരണ സംഗീതം അല്ലേ, തിരുവാതിര. അവ മൃദംഗമുണ്ട്, വൃന്ദവാദ്യമുണ്ട്. അങ്ങനെ കുറെ അത്തരം ജനപ്രിയ ഇനങ്ങൾ കൂടിയുണ്ട്. അപ്പൊ നമുക്ക് ആരാണ് ഇന്ന് ഇതിന്റെ അപ്ഡേറ്റ് തരാൻ ആദ്യം അജീഷ്? രാവിലെ ഞാൻ അവിടെ നിന്ന് പോരുമ്പോഴേ സ്റ്റുഡിയോയിൽ നിന്ന് പോരുമ്പോ അജീഷ് റെഡിയായി ഇറങ്ങുന്ന ഞാൻ കണ്ടായിരുന്നു. സെൻട്രൽ സ്റ്റേഡിയത്തിൽ അജീഷ് ജയകുമാറും MG പ്രതീഷുമുണ്ട്. നമുക്ക് ആദ്യം ആരിലേക്ക് പോകണം? അജീഷിലേക്ക് പോവാം അല്ലെ? അജീഷ്, പ്രതീഷ്, ഗുഡ് മോർണിംഗ്. പ്രതീഷാണ് തയ്യാറായിരിക്കുന്നത്. അജീഷിലേക്ക് പോകണ്ട ആദ്യം. പ്രതീഷ്, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പൊ സെൻട്രൽ സ്റ്റേഡിയത്തിൽ മഴ കഴിഞ്ഞ ദിവസത്തെ പോലെ പെയ്തില്ല എന്നത് ആശ്വാസമാണ്. ഇനി പെയ്തു തന്നെയാ അവിടെ എങ്ങാനും ചോദിക്കാം. രാത്രി പെയ്തോന്ന് അറിയില്ല. അതെ, സെറ്റല്ലേ അല്ലേ അവിടെ? ഗുഡ് മോർണിംഗ് പ്രജിനാൻ സ്മിത. ഇവിടെ എല്ലാം സെറ്റാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനപ്രിയ കലാരൂപങ്ങൾ ഇന്ന് കലോത്സവ വേദിയിലേക്ക് എത്തുകയാണ്. അതോടുകൂടി തന്നെ ഈ ആവേശം ഇരട്ടിയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കലോത്സവത്തിൻ്റെ ഒരു ഓളം കണ്ടത്. കാരണം ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ഈ കലോത്സവത്തിൻ്റെ പ്രധാന വേദിയായ നിളയിലൊക്കെ തന്നെ ഒരു ആസ്വാദകരുടെയും ഒരു പ്രേക്ഷകരുടെയും ഒക്കെ തന്നെ വലിയ പ്രവാഹമായിരുന്നു കലോത്സവ വേദിയിൽ ഉണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ ഈ ആളുകളുടെ ഒരു വരവ് കുറവുണ്ടായിരുന്നു െങ്കിൽ കൂടിയും പിന്നീട് അങ്ങോട്ട് കലോത്സവ വേദിയിൽ കൂടുതൽ ആളുകൾ എത്തിത്തുടങ്ങി. അതുകൊണ്ട് തന്നെ ആ ഒരു കലോത്സവത്തിന് ഒരു പഴയ ആവേശം ഇന്നലെയോടുകൂടി തന്നെ വന്നിട്ടുണ്ട്. ഇന്ന് ജനപ്രിയ കലാരൂപങ്ങൾ വരുന്നുണ്ട്, ജനപ്രിയ മത്സര ഇനങ്ങൾ വരുന്നുണ്ട്. മിമിക്രി അടക്കം ഉള്ള മത്സരങ്ങളാണ് പ്രധാനമായും ഇന്ന് കലോത്സവ വേദിയിൽ എത്തുന്നത്. മാത്രമല്ല ഈ സ്വർണ്ണക്കപ്പിന് വേണ്ടി, ആവേശത്തിനൊപ്പം തന്നെ സ്വർണ്ണക്കപ്പിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇപ്പോൾ കലോത്സവ വേദിയിൽ നടക്കുന്നത്. തൃശ്ശൂരും കോഴിക്കോടും കണ്ണൂരും അടക്കം ഇത്തരത്തിലൊരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് നടക്കുന്നു. പകുതിയോളം മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് 3 ജില്ലകൾ തമ്മിലുള്ളത്. നമ്മളോടൊപ്പം അജീഷ് ജയകുമാറുണ്ട്. അജീഷ് ജയകുമാർ ഇതുമായി ബന്ധപ്പെട്ട് ഈ പോയിന്റ് നില അടക്കം പറയും. ഈ മത്സരത്തിൻ്റെ ഒരു ആവേശം, ഒരു 3-ാം ദിനം എത്തുമ്പോൾ മത്സരത്തിൻ്റെ ഒരു ആവേശം ഇങ്ങനെ കൊട്ടിക്കയറുകയാണ്. അതിനൊപ്പം തന്നെ വലിയ പോരാട്ടം, മത്സരമൊക്കെ തന്നെ ജില്ലകൾ തമ്മിൽ നടക്കുന്നു, സ്കൂളുകൾ തമ്മിൽ നടക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു പോയിന്റ് നില? പ്രതീക്ഷ ഇപ്പം 118 മത്സരങ്ങളാണ് ഇപ്പോൾ കംപ്ലീറ്റ് ആയത്. 2 ദിവസമായിട്ടുള്ളൂ. ഇനി 131 മത്സരങ്ങൾ ബാക്കിയുണ്ട്. ആ ഒരു മത്സരങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ കണ്ണൂർ തന്നെയാണ് ടോപ്പിൽ നിൽക്കുന്നത്. ആദ്യ ദിവസം മുതൽ തന്നെ കണ്ണൂർ മുന്നിൽ നിൽക്കുകയാണ്. ആ മുന്നേറ്റം തുടർന്നുകൊണ്ടേയിരിക്കും. 449 പോയിന്റാണ് കണ്ണൂരിനുള്ളത്. തൊട്ടു പിന്നാലെ തന്നെ 1 പോയിന്റ് വ്യത്യാസത്തിൽ തൃശ്ശൂരുണ്ട്, 448 പോയിന്റ്. കോഴിക്കോട് അതിൻ്റെ പിന്നാലെ ഉണ്ട്, 446 പോയിന്റ്. അതായത് ഒരു മത്സരം ഫലം മതി ആര് മുന്നിലെത്തും, ആര് സ്വർണ്ണക്കപ്പ് നേടുമെന്നുള്ളത്. അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. ഇനി മത്സരങ്ങൾ ബാക്കിയുണ്ട്. 3 ദിവസം ഇനി ബാക്കി കിടക്കണം. ഏറ്റവും അവസാന ദിവസം വരെ സ്വർണ്ണക്കപ്പിനായിട്ടുള്ള പോരാട്ടം തുടരും. തലസ്ഥാനത്താണ് ഈ മത്സരം നടക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരത്തിന്റെ ഒരു നില എന്താണ്? തിരുവനന്തപുരം നിലവിൽ 9-ാം സ്ഥാനത്താണ്. കാരണം പക്ഷേ 9-ാം സ്ഥാനത്തെന്ന് പറഞ്ഞാൽ 419 പോയിന്റാണ്. കാരണം ഈ ഗ്രേഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ എല്ലാ ജില്ലകൾക്കും ഈ ഒരു കട്ടയ്ക്ക് മത്സരം നടക്കുന്നുണ്ട്. ഏറ്റവും പിന്നിൽ കിടക്കുന്ന ഇടുക്കി ജില്ലയ്ക്ക് പോലും 346 പോയിന്റുണ്ട്. പക്ഷേ ഇത് അതുകൊണ്ട് തന്നെ ആദ്യം കിടക്കുന്ന ഒരു 4-5 ടീമുകൾ ഇത് ചിലപ്പോൾ അവസാനം ഇന്നും നാളെയും മറ്റന്നാളും കൊണ്ട് നടക്കുന്ന മത്സരങ്ങൾ കൊണ്ട് ചിലപ്പോൾ മുകളിലേക്ക് കയറി വന്നേക്കാം. എന്തായാലും പ്രധാന മത്സരങ്ങൾ, മിമിക്രി, നാടകം ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ നടക്കുന്നുണ്ട്. പോയിന്റ് നിലയെ വളരെ സ്വാധീനിക്കുന്ന മത്സരങ്ങളാണ് പലത്. അതുകൊണ്ട് തന്നെ
രാവിലെ തന്നെ ഈ ഒരു പോയിന്റ് നിലയിൽ വലിയ പോരാട്ടം നമുക്ക് കാണാൻ കഴിയും. രാവിലെ തന്നെ എന്തായാലും ഈ പ്രധാനപ്പെട്ട മത്സരങ്ങൾ മെമിക്രി, മോണോ ആക്ട്, അതേപോലെ തന്നെ മൈം പോലുള്ള മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ഇത് ജനപ്രിയ മത്സരങ്ങൾ തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം രാവിലെ ഇവിടെ കുറച്ച് ആളുകൾ കുറവായിരുന്നു, പ്രത്യേകിച്ച് ഒന്നാം വേദിയിൽ തന്നെ. വൈകിട്ടോടെയാണ് ആളുകൾ കൂടുതലേക്ക് ഒഴുകി എത്തിത്തുടങ്ങി. പക്ഷേ നാടകത്തിന് അങ്ങനെയല്ലായിരുന്നു. നാടകത്തിന് രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് തന്നെയായിരുന്നു. ചിലർക്കൊക്കെ സീറ്റ് കിട്ടാൻ പറ്റാതെ, ടാഗോർ തിയേറ്ററിലാണ് ഈ മത്സരം നടക്കുന്നത്, സീറ്റ് കിട്ടാതെ ഇവരെല്ലാം പുറത്ത് കാത്തു നിന്ന് ചിലരൊക്കെ നിന്നൊക്കെയാണ് നാടകം കണ്ടു തീർത്തത്. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ഈ ജനപ്രിയ മത്സരങ്ങളിലെങ്കിലും ഈ ജനപങ്കാളിത്തം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്മിത, പ്രജിൻ, എന്തായാലും ഈ ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ആളൊഴിഞ്ഞ കസേരകളൊന്നും തന്നെ നിലവിൽ കലോത്സവ വേദികളില്ല. കാരണം വലിയ ആരവം, വലിയ ആവേശം കലോത്സവ വേദികളിലുണ്ട്. നേരത്തെ അജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വർണ്ണക്കപ്പിനായുള്ള പോരാട്ടം അത്രത്തോളം ആവേശത്തോടു കൂടി നടക്കുന്നു. പ്രേക്ഷകരുടെ പങ്കാളിത്തം കലോത്സവ വേദികളിൽ എത്തുന്നുണ്ട്. ഒപ്പം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കലോത്സവത്തിന്റെ കലവറ സന്ദർശിക്കുന്നുണ്ട്. ഉച്ചയോടുകൂടി തന്നെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവ കലവറകളിലെത്തും. എന്തായാലും വലിയ ആവേശം കലോത്സവ വേദിയിലുണ്ട്. മാത്രമല്ല എടുത്തു പറയേണ്ട ഒരു കാര്യം, കൃത്യമായൊരു സമയക്രമം ഈ കലോത്സവത്തിൽ പാലിക്കാൻ കഴിയുന്നുണ്ട് എന്നതാണ്. കാരണം മുൻ വർഷങ്ങളിൽ അപേക്ഷിച്ച് മുൻ വർഷങ്ങളിലൊക്കെ തന്നെ കലോത്സവത്തിന്റെ മത്സരങ്ങൾ പൂർത്തിയാകാൻ ഒരുപാട് വൈകുന്ന അർദ്ധരാത്രിയോളം മത്സരങ്ങൾ തുടരുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയക്രമങ്ങളൊക്കെ തന്നെ കൃത്യമായി പാലിക്കാൻ കഴിയുന്നുണ്ട്. പരാതികൾ പരമാവധി കുറച്ചുകൊണ്ട് ഈ കലോത്സവം മുന്നോട്ട് കൊണ്ടുപോകാനും സർക്കാരിനും വിദ്യാഭ്യാസ വകുപ്പിനും കഴിയുന്നുണ്ട്. സ്മിത, പ്രജിൻ. യെസ്, അതാണ് പ്രതീഷും അജീഷും നൽകിയ അപ്ഡേറ്റുകൾ. അപ്പോൾ മനസ്സിലായല്ലോ അല്ലേ, കണ്ണൂർ മുന്നിൽ തന്നെയാണ് എന്ന കാര്യം അറിയിക്കുകയാണ്. 131 ഇനങ്ങൾ മാത്രമാണ് ഇനി പൂർത്തിയാകാൻ ബാക്കിയുള്ളത്. പ്രജിൻ, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കലോത്സവത്തിന്റെ കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റില്ല. അവസാന നിമിഷം വരെ മുന്നിലായിരുന്ന ആളിനെ 1-2 പോയിന്റിന് അല്ല ടീമിനെ അല്ലെങ്കിൽ ജില്ലയെ ആരാന്നറിയോ? അറിയോ ആരാ? കണ്ണൂർ ജില്ലയാണ്. അപ്പൊ ഇത്തവണ നമ്മൾ കപ്പ് ഒരു രക്ഷയില്ലാട്ടാ പ്രജിനെ കൊണ്ട്. 2 ദിവസമായിട്ട് കണ്ണൂര് തന്നെയാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ടൈറ്റ് ഫൈറ്റ് ആണ്, ഒരു സംശയമില്ല. വെറും ചെറിയ പോയിന്റുകൾക്കാണ്. ഇപ്പൊ ഇന്നലെ നമ്മൾ കണ്ടാണ് കണ്ണൂരിനേക്കാളും 3 പോയിന്റുകൾക്ക് താഴെ തൊട്ട് പിന്നിൽ തന്നെ തൃശ്ശൂരും കോഴിക്കോടും വന്നു നിന്നിരുന്നു. ഇന്നിപ്പോൾ അതുപോലെ തന്നെയാണ്. അതായത് ചെറിയ പോയിന്റുകൾക്ക് തൃശ്ശൂരും കോഴിക്കോടും തമ്മിലും വ്യത്യാസം വന്നിട്ടുണ്ട്. 449, 448, 446 എന്നിങ്ങനെയാണ്. അതുകൊണ്ട് ഏത് നിമിഷവും മാറി മറിയാം. പിന്നെ അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നാമതെത്തുക എന്നുള്ളതിനേക്കാൾ ഈ കല ആസ്വദിക്കുക, കലയുടെ പ്രകടനങ്ങൾ മത്സരിക്കുക, അതിൽ പങ്കെടുക്കുക, അതിന്റെ ആഘോഷങ്ങളിൽ ആസ്വദിച്ച് അങ്ങനെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ്.